ഹായ്, നമ്മൾ ലൈവ് അല്ലേ? ലെറ്റ് മീ ചെക്ക്. ഹായ് ഗൈസ്, എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആർ വി ലൈവ്? ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. യെസ്, റീകോഴ്സ് ലൈവ്. യാ, ഷെയർ, കോപ്പി ലിങ്ക്, ഗ്രൂപ്പിലേക്ക് ഇടുന്നു, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. വെയിറ്റ് എ മിനിറ്റ്. Okay. So group, where's the group? Keam crash. Join. Physics live, yeah. Live chat. Hello guys. ഹായ് ഗൈസ്, എല്ലാവരും പെട്ടെന്ന് കയറട്ടെ. എന്താ ലോഡിങ് കാണിക്കാണ്ട്? ഹായ് ഗൈസ്. വരുൺ സർ ജസ്റ്റ് പറയൂ കേട്ടോ, വെൻ ദർ ആർ ഇനഫ് പീപ്പിൾ. ഫോർ സം റീസൺ ഐ കാൺട്ട് സീ ദ നമ്പർ ഓഫ് പീപ്പിൾ ആക്റ്റീവ്. യെസ്, 5 12B23 Sean. Hi Sean, how are you doing? Okay, 5 people. എല്ലാവരും പെട്ടെന്ന് വരൂ. ലെറ്റ് മീ സ്റ്റാർട്ട്. വാച്ചിങ്. ഓക്കെ, 12 പേരായി. ഓക്കെ, വരും. യാ ഷുവർ, ലെറ്റ് മീ നോ. അപ്പം ഇന്നത്തെ അജണ്ട ഐ വിൽ ജസ്റ്റ് ബ്രീഫ്. ഓക്കെ, വാട്ട് ആർ വി ഡൂയിങ് ടുഡേ? I hope I'm audible and visible and everything, right? I hope so, because that is very important. How are we doing? It's a very important question. Okay, I hope. Right? Yeah, okay. What are we doing today? It's a very important question. Appo namakku we need to understand what's important, right? Yeah, okay, set. Namakku we need to understand what's important. ഈ കീം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വലിച്ചു വാരി പഠിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് മാക്സിമം വെയിറ്റേജ് ഉള്ളത്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത് ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ജനറൽ ക്വയറീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് നോക്കാനുണ്ട്. അതായത് നമുക്ക് വർക്ക് പവർ എനർജി ഒന്ന് നോക്കണം, പിന്നെ യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ്, എറർ അനാലിസിസ്, ഇതൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സും കൂടെ പതുക്കെ നോക്കി പോവാം. ഇത് കഴിഞ്ഞിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഫോർ എവ്രിബഡി ഹൂസ് ജോയിനിങ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഇനി ഫിസിക്സ് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ലൈവ് എന്ന് പറയുമ്പോൾ തന്നെ പകുതി പിള്ളേർ കയറുന്നില്ല. പകുതി എന്നല്ല, ഓ മൈ ഗോഡ്, നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? വി ഹാവ് അറൗണ്ട് 350 ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് മോർ ദൻ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നില്ല, ഒരു 90%, 80 to 90% ഓഫ് ദ പീപ്പിൾ, മേ ബി മോർ ദാൻ ദാറ്റ് ആർ വാച്ചിങ് റെക്കോർഡഡ്. ഓക്കെ, ഇതിനായി 350 ഒട്ടും ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പേര് കാണും കേട്ടോ. ഈ ഗ്രൂപ്പിലില്ലാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്തിട്ട് 350 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പേര് കാണും. മൊത്തത്തിൽ നമുക്കൊരു 250 ആക്റ്റീവ് ആൾക്കാരെടുത്താൽ ഇപ്പോൾ ഒരു 90% ആൾക്കാർ മാത്രമേ ലൈവ് റെക്കോർഡിംഗ് ആണ് കാണുന്നത്. പിന്നെ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് ലെക്ചേഴ്സിൽ നമ്മൾ പ്രാക്ടീസ് സ്ട്രാറ്റജി അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് വന്ന് ചെയ്യും. വലുതാക്കാവോ? കാൺസി. ഓക്കെ, സംബന്ധം അറിയോടാ? ലൈക്ക് ഓക്കെ, ഞാൻ വലുതാക്കി കഴിഞ്ഞാൽ മൈ ഏരിയ മൈറ്റ് ബി ലിമിറ്റഡ്. ഓക്കെ, ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ബിക്കോസ് എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല, ദൃഷ്ടി ആയതുകൊണ്ട്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഓൺ ദ ബോർഡ്. ഓക്കെ, എന്തായാലും താഴെ ചെറുതായിട്ടില്ലേ, ഇതൊക്കെ വെച്ച് നോക്കട്ടെ. ഞാൻ കുറച്ചൊന്ന് വലുതാക്കാം.
പക്ഷെ ഒരുപാടങ്ങ് വലുതാക്കിയാലും ഇറ്റ് ഈസ് ബി ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഇത്രത്തോളം വലുതാക്കിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വലുതാക്കാനും വയ്യ. ഓക്കെ, സോ പ്രാക്ടീസ് ഇൻ എവറിത്തിങ് വി വിൽ ഡു ലൈഫ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പം വാട്ട് വി ഹാവ് ഇസ് 5 days. ഓക്കെ, ഈ 5 days മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ കവറിങ് തിയറി ഈസ് പ്രാക്ടീസ്. തിയറി ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ഇസ് ഈക്വലി ആസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വാട്ട് ഐ വിൽ ഡു ഇസ്, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ മെറ്റീരിയൽ പ്ലസ് വാട്ട് ഈസ് ബീങ് കവേർഡ് ടുഡേ മെറ്റീരിയൽ ഐ വിൽ ഷെയർ ഓൺ ദ ഗ്രൂപ്പ്. ദാറ്റ് ഇസ് പ്രാക്ടീസ് മെറ്റീരിയൽ. ഓക്കെ, നിങ്ങളത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, കീപ് പ്രാക്ടീസിങ്. ഓക്കെ, അതെ എന്താ ഇപ്പം ചെയ്യുക വരുന്നുണ്ടോ, എന്നെ കാണാനിപ്പോൾ ആൾക്കാർക്ക് കൊതിയായിട്ട് വയ്യ. ഓൾറൈറ്റ്, സോ നമുക്ക് തിയറീനേക്കാളും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കണം. ദെൻ വിച്ച് ഓൾ ചാപ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഐ വിൽ ടെൽ യു, ഈ മെക്കാനിക്സ് പാർട്ട് നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്സ് ടുഗദർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പക്ഷേ സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാർക്ക് സ്കോറിംഗ് ആയിട്ട് നോക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം ടോപ്പിക്സ് ലൈക്ക് സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ വരും. റൊട്ടേഷൻ ഇതുപോലത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി വരുന്ന ചാപ്റ്റേഴ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് എടുക്കാം. ദാറ്റ് ഇസ് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ഫിസിക്സിൽ മാത്രം, ഓക്കെ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഓക്കെ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, വാട്ട് ആർ വി ഗോയിങ് ടു ഡു നൗ? ഫിസിക്സിൽ മാത്രം വി ആർ ടാർഗറ്റിംഗ് ഹൗ മെനി മാർക്സ്? വി ആർ ടാർഗറ്റിംഗ് 80 to 100 മാർക്സ്. ഫിസിക്സ് മാത്രം. ഓക്കെ, ദിസ് പ്ലസ് വാട്ട് എവർ യു ഗെറ്റ് ഇൻ കെമിസ്ട്രി. മിനിമം ആണ് ഞാൻ ഈ പറയുന്നത്, മിനിമം. ഓക്കെ, ദിസ് പ്ലസ് വാട്ട് എവർ യു ഗെറ്റ് ഇൻ കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു മിനിമം ഉണ്ടാവും. വരുൺ സാർ ഇവിടെ ഉണ്ടോ? കെമിസ്ട്രി മിനിമം എത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? വരുൺ സാർ കെമിസ്ട്രി മിനിമം എത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദിസ് പ്ലസ് വാട്ട് എവർ മിനിമം യു ആർ ഗെറ്റിംഗ് ഇൻ കെമിസ്ട്രി, ദാറ്റ് വിൽ ബി യുവർ പേപ്പർ 1 സ്കോർ. പേപ്പർ 1 അല്ലേ ഫിസിക്സ് കെമിസ്ട്രി? പേപ്പർ 1 സ്കോർ. ഓക്കെ, നമുക്ക് പേപ്പർ 1 ക്വാളിഫൈ ആവാൻ വേണ്ടത് എത്രയാ? 10 മാർക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി. ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി 10 മാർക്സ് വേണം. നമ്മൾ ഫിസിക്സ് മാത്രം 50 മാർക്കിനുള്ളത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കെമിസ്ട്രി 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി 100 ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഇപ്പോൾ 80 to 100 നമ്മൾ ഫിസിക്സ് ടാർഗറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് 50% കെമിസ്ട്രിക്ക് ടാർഗറ്റ് ചെയ്യാം കേട്ടോ. കെമിസ്ട്രിക്ക് ഒരു 40 തൊട്ട് 50 വരെ മിനിമം ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, 40 തൊട്ട് 50 വരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ മിനിമം സ്കോർ വിൽ ബി 120. യുവർ മാക്സിമം സ്കോർ മിനിമം സ്കോർ റേഞ്ചാണ് പറയുന്നത് 120 to 150 ആവും. ഓക്കെ, ദെൻ നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. പേപ്പർ 2 മാത്സ് ഉണ്ട്. പേപ്പർ 2 മാത്സിനകത്ത് വാട്ട് യു വിൽ ഡു ഇസ്, അത് മാത്സ് മൊത്തം നിങ്ങൾ നല്ല പോലെ ഫോക്കസ് ചെയ്യണം. മാത്സിന് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു മാത്സ്. മാത്സിനകത്ത് യു ഷുഡ് ടാർഗറ്റ് മിനിമം 200 എന്ന് ഞാൻ പറയും. ഓക്കെ, മിനിമം നിങ്ങൾ 200 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ സ്കോർ റേഞ്ച്? മിനിമം യു ഗെറ്റ് 320 to 350, റൈറ്റ്? ഈ 320 to 350 ഈസ് എ ബിഗ് സ്കോർ. ഇഫ് യു ഗെറ്റ് അബവ് 300 പ്ലസ് യു വിൽ ഗെറ്റ് എ റാങ്ക് അണ്ടർ 10,000. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്കോർ റേഞ്ച്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന റാങ്ക് വിൽ ബി അറൗണ്ട് 7,500 മിനിമം. ഓക്കെ, പിന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്നതല്ലാതെ നിങ്ങൾ എക്സ്ട്രാ കുറച്ച് ടോപ്പിക്സ് പഠിക്കുക. നമ്മൾ എക്സ്ട്രാ കുറച്ച് പ്രാക്ടീസ് മെറ്റീരിയൽ തരാം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കോറിനെ +100 വെച്ച് ഈസി ആയിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ തരുന്ന എക്സ്ട്രാ പ്രാക്ടീസ് മെറ്റീരിയൽ മാത്രം നമ്മൾ പറയാം എക്സ്ട്രയാണ്, ദിസ് പ്രാക്ടീസ് മെറ്റീരിയൽ ഈസ് എക്സ്ട്രാ എന്ന് പറയാം. അങ്ങനെ തരുന്ന പ്രാക്ടീസ് മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +100 കിട്ടും. +100 കിട്ടിക്കാൻ നോക്കിക്കേ 420 to 450. ഓക്കെ, ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളത്. ഓക്കെ, 420 to 450 ആണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളത്. ബാക്കി നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട് എക്സ്ട്രാ ഇടുക. ഞങ്ങൾ തരുന്നതല്ലാതെ യു സ്റ്റഡി സം മോർ ടോപ്പിക്സ്. നമ്മൾ മേ ബി ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ടോപ്പിക്സ് മേ ബി യു സ്റ്റഡി. ഓക്കെ, വരുൺ പറയുന്നു 60 to 80 ആണ് നിങ്ങളുടെ മിനിമം എന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഭയങ്കര മിനിമം പറയാം. 60 to 80 നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ഇതിൽ നിന്നൊരു 20 നിങ്ങൾ കൂട്ടിയെടുക്കുക. ഓക്കെ, 20 മീൻസ് 340 to 390. ഓൾറെഡി നിങ്ങൾ ഈ ഒരു മാർക്ക് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡ്.
ഓക്കെ സോറി ഫോർ ദാറ്റ്, പുറത്ത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 420 to 450 മിനിമം നിങ്ങൾ 420 to 450 അറൗണ്ട് നിങ്ങൾക്ക് നമ്മുടെ സംഭവം കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റും. 60 to 80 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. യു വിൽ ഗെറ്റ് അറൗണ്ട് 340 to 370 തന്നെ അപ്പം തന്നെ ആയി. അപ്പോൾ നമുക്ക് എന്തായാലും അറൗണ്ട് ഒരു 7,500 റാങ്ക് നമുക്ക് മിനിമം മേടിച്ചെടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ഇഫ് യു യൂട്ടിലൈസ് ദിസ് കോഴ്സ് ടു ദ 100%, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, വെരി 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 ഈസി ആയിട്ട് ഇത് പറ്റും. ദെൻ നമ്മൾ എവിടെ നിന്നാ എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് യു നീഡ് 700, യു നീഡ് എ സ്കോർ ഓഫ് 700, യു നീഡ് എ സ്കോർ ഓഫ് 750. നിങ്ങൾക്ക് ബേസിക്സ് ക്ലിയർ ആണ്. ഓക്കെ, ബേസിക്സ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഐ വിൽ ടെൽ യു ഇൻ ദ ഗ്രൂപ്പ് വാട്ട് യു ഷുഡ് ഡു ടു ഗെറ്റ് എ സ്കോർ ഓഫ് അറൗണ്ട് 750. ഓക്കെ, പിന്നെ 700 to 750 എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നമുക്ക് ചെയ്യാം. ഓക്കെ, 400, 500, 600, 700. ഓക്കെ, സോറി ഞാൻ എന്താ പറയുന്നത്, 700 ആയോ? അതിൻ്റെ ഇടയ്ക്ക് ഓടിക്കറി 700 എന്ന് എഴുതി. ഐ എം വെരി സോറി. ഞാൻ ഉദ്ദേശിച്ചത് 600 to 650. ഓക്കെ, ഇതെന്ന് പറയുന്നതും ഐ വിൽ ടെൽ യു വാട്ട് എൽസ് യു ഷുഡ് ഡു ടു ഗെറ്റ് 600 to 650. ഓക്കെ, ഇനി 700+ ഉള്ള സ്കോർസ്, 700+ മീൻസ് 700, 800, 900. ഈ സ്കോർസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ ബേസ് വേണം. നിങ്ങൾ അത്യാവശ്യം കോച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലാണ് ദിസ് വിൽ ബി ഈസിയർ ടു ഗെറ്റ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ കോച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഇറ്റ്സ് ഫൈൻ ആസ് ലോങ് ആസ് യു ഹവ് ബീൻ ഡൂയിങ് സെൽഫ് സ്റ്റഡി റെഗുലർലി 11th plus 12th നിങ്ങൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടാം കേട്ടോ, അങ്ങനെ തീർത്തും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ ലാസ്റ്റ് 10 days ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താലും ചിലവർ മേടിച്ചെടുക്കും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ 11th and 12th ബേസ് ഉള്ള ആൾക്കാർക്കാണ് 700+ കോഴ്സ് കിട്ടാനൊരു ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 11th and 12th കുത്തിയിരുന്ന് പഠിക്കണം എന്നല്ല. യു ഷുഡ് നോ ദ തിങ്സ്. ഇഫ് യു ഹാവ് ദ തിങ്സ് ഇൻ യുവർ ഹെഡ് യു വിൽ ഗെറ്റ് 700+ ഈസിലി. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ് us start our topic. ക്ലാസ് ഇല്ലേന്നോ? ക്ലാസ് തന്നെയാണ് എടുക്കുന്നത്. മോട്ടിവേഷൻ ഇല്ലാണ്ട് നിങ്ങൾ എക്സാം പോയി എഴുതി നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. ക്ലാസ്സിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേഷൻ. ഓക്കെ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി സൂൺ വെൻ യു റൈറ്റ് ദ കീം എക്സാമിനേഷൻ. ഇതെങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും ആണോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ശരി, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വർക്ക്. എന്താണ് വർക്ക്? വാട്ട് ഈസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? F.S ആണ്, റൈറ്റ്? F.S which is Fs cos theta. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെരി 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 നോർമൽ ഫോർമുലയാണ് ഈ സംഭവം. വി നോ ദിസ്. ഓക്കെ, പക്ഷേ ഈ Fs cos theta നമുക്ക് 2 കേസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദ ഫോഴ്സ് ഇസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് എന്താ കിട്ടുക? നമുക്ക് എഫിനൊരു വാല്യൂ ആയിരിക്കാം, ഓക്കെ, എസിനൊരു വാല്യൂ ആയിരിക്കാം. വിൽ ഗെറ്റ് എ വാല്യൂ ഫോർ തീറ്റ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ വർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ഐദർ ദ ഫോഴ്സ് ഇസ് 0, ഓക്കെ, ഓർ ദ displacement due to the force is 0, or എന്താണ് the angle between force and displacement is എത്ര ഡിഗ്രി? 90 degree, റൈറ്റ്? ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് വയ്ക്കാം. we are applying a force of 20 Newton in this direction but the motion is 20 meters in this direction എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക, വെരി 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 ശ്രദ്ധിച്ച് കേൾക്കുക. വർക്ക് ഡൺ ബൈ 20 Newton ഫോഴ്സസ് 0. ഓക്കെ, ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ വർക്ക് 0 എന്നല്ല അതിൻ്റെ അർത്ഥം. വർക്ക് ഡൺ ബൈ 20 Newton ഫോഴ്സസ് 0 എന്നാണ്. ഈ ഒരു സംഭവം മുകളിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം സോർട്ട് ഓഫ് എ ഫോഴ്സ്, റൈറ്റ്? കാരണം ഇതിന് താഴെ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്താലേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇത് മോഷനിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫോഴ്സ് കാരണം ദർ വിൽ ബി എ കോസ് ഫോർ മോഷൻ, റൈറ്റ്? ആ കോസ് ഫോർ മോഷൻ ഏതാണോ അത് വേറൊരു ഫോഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ വേറൊരാൾ ഇവിടെ നിന്ന് വന്ന് ഇതിനെ പൊക്കി കാണാം, ഓക്കെ. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബി എന്നൊരു ഫോഴ്സ് ഇതാ ഇങ്ങോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നു 20 Newton. ആ ഫോഴ്സ് ചെയ്ത വർക്ക് ഇതിൻ്റെ അകത്ത് 0 ആണ്. ഓക്കെ, ശരി, എല്ലാം ക്ലിയർ അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പം
ഉടനെ തന്നെ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. വാട്ട് ഈസ് ദ വർക്ക് ദറ്റ് ഇസ് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്? സപ്പോസ് നമുക്കൊരു ഒരു 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 ഫോഴ്സ് ഒരു വെക്റ്റർ ഫോമിലോ എന്താ പറയുക, ഒരു വെക്റ്റർ ഫോം അല്ല, ജസ്റ്റ് ഒരു ഫോമിൽ നമുക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ട് വേരിയബിളായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം. ലെറ്റ് us say the force depends on x. The force depends on x. സിമ്പിൾ. അപ്പം അങ്ങനെയാണ്, അതായത് ഫോഴ്സിനെ എക്സിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഡൺ എങ്ങനെ എഴുതും? വി റൈറ്റ് ദ വർക്ക് ഡൺ ആസ് വർക്ക് ഡൺ ഇസ് ഇൻറ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഡോട്ട് ഡി എസ്. ഓക്കെ, എഫ് ഡോട്ട് ഡി എസ്. അപ്പോൾ ഇതൊക്കെ ഇൻറ്റഗ്രലൊക്കെ കണ്ടപ്പോൾ കുറേ പേര് പേടിച്ച് കിളി പോയി ഒക്കെ ഇരുന്ന് കാണും. വളരെ സിമ്പിളാണ്. നമ്മൾ 2-3 എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഡോട്ട് ഡി എസ്? സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റഗ്രേഷൻ ഇസ് ബേസിക്കലി ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലൊരു ഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ നമ്മൾ ഈ ഗ്രാഫിനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. ദിസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ വളരെ അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ റെക്റ്റാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ റെക്റ്റാങ്കിളുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി എസ് ആണ് എന്ന് വിചാരിക്കുക. ഡി എസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഏരിയ എടുത്തു, അത് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി എസ് ആണെന്ന് വിചാരിക്കുക. ആ വാല്യൂ ഓഫ് ഫോഴ്സ് ഇൻറ്റു നമ്മൾ ഡി എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ചെറിയ 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 അലോട്ട്മെൻറ്റ് സ്റ്റാർട്ടായി വന്നു. അലോട്ട്മെൻറ്റോ ഇപ്പോഴോ? കീം എക്സാം എഴുതാത്ത നിങ്ങൾക്ക് ഇപ്പോഴേ അലോട്ട്മെൻറ്റ് വേണോ? ഓ മൈ ഗോഡ്, ട്രോളാണല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ് ദിസ് എഫ് ഡോട്ട് ഡി എസ് ഫോർമുല. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഇനി വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് ഫോഴ്സ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് ഫോഴ്സ്? ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് കുറച്ച് തിയറി കോൺസെപ്റ്റ്സ് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സിലെ ഫോഴ്സ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ദർ ഇസ് എ സ്പ്രിംഗ് ദാറ്റ് വെൻ സ്ട്രെച്ച്ഡ്, ഓക്കെ, ദർ ഇസ് എ സ്പ്രിംഗ് ദാറ്റ് വെൻ സ്ട്രെച്ച്ഡ് it will have a restoring force of F equal to minus kx, where k is spring constant. പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യം, ഓക്കെ, പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യം ദാറ്റ് ഇസ് ദെയർ തിങ്. അവർ ചിലപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് കുഡ് ബി അബൌട്ട് നിങ്ങളുടെ അല്ലാതെ മറ്റേ എന്താ പറയുക, അതിനെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേഗം പറയുമെന്നു. പറയാം. ഞാൻ ജസ്റ്റ് 2 ടോപ്പിക്കിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി സ്ലോ ആയിട്ട് പോകുന്നത്. നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾ പെവറായിട്ടൊന്ന് അനലൈസ് ചെയ്തങ്ങ് പോകും. ഓക്കെ, ഇപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ളതാണ്. നിങ്ങളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റഗ്രൽ ഓഫ് നമ്മുടെ ഫോഴ്സ് ഇസ് മൈനസ് കെ എക്സ്, പിന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡി എക്സ് 0 to x0. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇസ് നത്തിങ് ബട്ട് മൈനസ് ഹാഫ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഓക്കെ, യെസ് ടോട്ടലി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻ്റ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഓക്കെ, ഹാഫ് കെ എക്സ് നോട്ട് സ്ക്വയർ. അപ്പോൾ ഈ x0 എന്താണ്? 0 എന്താണ്? x0 എന്താണ്? ഓക്കെ, ഡി എക്സ് എന്താണ്? വേറൊന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ ഇതിനെ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡ്രാഗ് ചെയ്തു, അതാണ് ഡി എക്സ്. ഓക്കെ, പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് എവിടം വരെ എത്തി?
ഒരു പോയിന്റ് വരെ എത്തി. അതിനെ ആ പോയിന്റിനെ x0 എന്ന് വെക്കുക. ഈ ചെറിയ ഡിസ്റ്റൻസ് dx ആണ്. ഈ dxൽ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഇതുവരെ x0 വരെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്തതിൻ്റെ ഇൻഡിവിജ്വൽ സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. എന്തുകൊണ്ട് ഐ എം നോട്ട് സേയിങ് -12 ഇത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അല്ല, മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ഈ ഫോർമുലേനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ആ സ്പ്രിങ്ങിനെ ജസ്റ്റ് വലിച്ച് ഇങ്ങ് കൊണ്ടുവരുമ്പോഴത്തേക്ക് മാത്രം ഫോഴ്സ് ഡെവലപ്പായി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരോ ചെറിയ എലമെൻറ്റ് ഓഫ് പുള്ളിനകത്ത് ഫോഴ്സ് ഡെവലപ്പായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു സമ്മേഷനാണ് നമ്മളത് ഇങ്ങനെ എടുക്കുന്നത്, -12 kx0² എന്നുള്ളത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എനർജീസിനെ കുറിച്ച് പെട്ടെന്നൊന്ന് പഠിക്കാം. ഓക്കെ, വർക്ക് ഡൺ, ഈ ഫോർമുലാസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. എനർജീസിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. വി നോ കൈനറ്റിക് എനർജി ഈസ് ദെയർ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ദെയർ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ കേസ് എന്താണ്? നമുക്ക് 12 mp² ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Arushi, the thing is, thank you so much for that. Okay, the thing is, I don't know, we have around 300 students, right? ഇവരെല്ലാവരും ഒന്നെങ്കിൽ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡിങ് കാണുന്നുണ്ട്. So for them we are taking this much of effort, and effort always pays off. Okay, let me tell you this, in life effort always pays off. So anyways, thank you so much for mentioning the effort that we taken. പക്ഷേ effort always pays off, that's the thing. ശരി, അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾ MGH എന്നുള്ള ഫോർമുല നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ബട്ട് ദിസ് ഫോർമുല ഇസ്, നിങ്ങളിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഫോർമുലയാണ്. പൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ UG നമുക്കിതിനെ നോട്ട് ചെയ്യാം. UG is equal to mgh upon 1 plus h/r. ഓക്കെ, where r എന്താണ്? R is the radius of earth. ചിലപ്പം ഇത് തന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ അതേപോലെ നമുക്കുള്ളതാണ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ സ്പ്രിങ്. ഓക്കെ, നമുക്ക് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ പെട്ടെന്ന് അനലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു -12 kx² ആണ് നമ്മളെ സ്പ്രിങ് നമ്മൾ വലിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. kx0² അല്ലെങ്കിൽ 12 kx² എന്ന് തന്നെ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്? വർക്ക് ഡൺ ബൈ എ സ്പ്രിങ് നമ്മൾ വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്ങിൻ്റെ ഫോർമുല നമ്മളിതാ കണ്ടു, -12 kx0². ഇതേപോലെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ് നമ്മൾ കണ്ടു, -12 kx². ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. വർക്ക് ഡൺ ബൈ എ സ്പ്രിങ് നമ്മൾ ഇൻ്റഗ്രൽ എടുത്ത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ ചെറുതായിട്ട് വലിക്കുമ്പോഴും ഇപ്പുറത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സമ്മേഷൻ പോലെയാണ് വർക്ക് വരുന്നത്. ദാറ്റ് ഈസ് വെൻ യു പുൾ, ഞങ്ങൾ ഇത്രയും വലിച്ചു എന്ന് വയ്ക്കുക, ഒരു 2 യൂണിറ്റ്സ് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്കും സപ്പോസ് ദ എഫ് നമ്മുടെ കെ എന്ന് പറയുന്നത് 1 ആണെന്ന് വെക്കുക. നമ്മൾ 2 യൂണിറ്റ്സ് വലിക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്? F is equal to -k എന്ന് പറയുന്നത് 1, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2, -1 × 2 -2. മനസ്സിലായ? പിന്നെ നമ്മൾ 3 യൂണിറ്റ് വയ്ക്കുമ്പോൾ എന്താ വരുന്നത്? -3. 4 യൂണിറ്റ് വയ്ക്കുമ്പോൾ -4. അങ്ങനെ കൂടി പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ ഓരോ യൂണിറ്റ് വലിക്കുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ 2 യൂണിറ്റ്സ് വെച്ചിട്ട് നമ്മൾ എത്ര ഡിസ്റ്റൻസ് വലിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കൺസിഡറേഷൻ. നമ്മൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? F.S ആണ്. ഓക്കെ, ഇവിടെ ഈ മൈനസ് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ വലിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, പക്ഷേ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. cos 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വർക്കാണ് കണ്ടുപിടിക്കുന്നത്? വി ആർ കാൽക്കുലേറ്റിംഗ് ദ വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഫോഴ്സ്. ഇപ്പോൾ വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഫോഴ്സ് എപ്പോഴും നെഗറ്റീവായിട്ട് വരും. പക്ഷെ വർക്ക് ഡൺ ബൈ യു, ഇപ്പോൾ രാമു ഇസ് പുള്ളിങ് ദ സ്പ്രിങ്. വർക്ക് ഡൺ ബൈ രാമു വിൽ ബി പോസിറ്റീവ് ഓഫ് ദിസ്. പക്ഷേ വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഇസ് നെഗറ്റീവ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക.
ശരി. ഇപ്പോൾ ഓരോരോ നെഗറ്റീവ് മൈന്യൂട്ട് പോയിന്റിലും നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ എടുത്തത്. പക്ഷേ എനർജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എനർജിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഇതിനെ കൊണ്ട് എത്തിച്ചു. ഒരു 4 യൂണിറ്റ് നമ്മളിത് വലിച്ച് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സമയത്ത് ഈ സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ സമയത്ത് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഈ പോയിന്റിൽ എന്താണ് -12 K എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 1 ആയിട്ട് നമ്മൾ ഈ ഒരു കേസിൽ എടുത്തു. യൂണിറ്റ് ഇതിനകത്ത് 4 ആണ്, ഇൻറ്റു 4² ഓക്കെ, ഇൻറ്റു 4², that is 16 എന്നൊക്കെയാണ്. ഓക്കെ, അപ്പം -8 ജൂൾസ് ആണ് ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി. സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഈ പോയിന്റ് വരെ നമ്മൾ വലിച്ചു. അപ്പം 4 യൂണിറ്റ് നമ്മൾ വലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓഫ് കോഴ്സ് രാമൂസ് പുൾ ഔട്ട് ഗെയിം ഇസ് സ്ട്രോങ്. കൊള്ളാം, നല്ലതാ. ഓക്കെ, ശരി. ഇനി നമുക്ക് പെട്ടെന്ന് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് പെട്ടെന്ന് നോക്കാം. കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ്, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ടേക്കാം കേട്ടോ. ഇതാണ് പ്രശ്നം, സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചധികം എന്താണ് Yes, dude. If you qualify for the Keam exam, you get 10 marks in paper 1, 10 marks in paper 2. You will get a seat in some college in Kerala. If in Kerala there are, let's say, maybe, I don't know how many number of engineering colleges are there in Kerala. Okay, let us say there are around, I don't know, there will be a lot of colleges, dude. If there are n number of colleges and there is like K number of seats, there is, let us say, suppose there is approximately around 55,000 seats in Kerala for engineering colleges. Okay, 55,000 to 65,000, something, somewhere in between. അപ്പം ഈ 55,000-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ യു നീഡ്, ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എത്ര സീറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ യു വിൽ ഗെറ്റ് സം കോളേജ് ഇൻ കേരള, ബട്ട് ഇഫ് യു നീഡ് എ ഗുഡ് കോളേജ് ഇൻ കേരള യു നീഡ് ടു വർക്ക് ഹാർഡ്. If you need a very good college, if you need a good college, you need to work hard. അതിനകത്ത് there is no doubt, there is literally no doubt. ഇപ്പോൾ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, യു നോ വാട്ട്, നിങ്ങൾ കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവും പഠിച്ചിട്ട് there is not much of a reason. കാരണം നിങ്ങൾക്ക് എന്തായാലും this is not going to come for the Keam exam. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ ഇത് പറഞ്ഞ് സമയം കളയുന്നതിൽ കാര്യമില്ല. I'll have to explain a lot of things നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ. സോ ലെറ്റ്സ് ജസ്റ്റ് സ്കിപ്പ് ദാറ്റ്. നമുക്ക് കുറച്ച് ഫോഴ്സസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു നോട്ട് ദിസ് ഡൗൺ. ഫോഴ്സസും നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻസും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ മിക്സ് ആട്ടോ. സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? kx ആണ്. അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? kx ആണ്. നമ്മൾ ഡയറക്ഷൻ നെഗറ്റീവ് സൈൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ നമ്മൾ കണ്ടു, ½ kx². ഓക്കെ, പിന്നെ ഇപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? mg. നമ്മൾ ആ താഴോട്ട് ആക്ട് ചെയ്യുന്ന സംഭവം, അതിൻ്റെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷനാണ് mgh. ഇതാണ് നമ്മൾ സിംപ്ലി നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ സമയത്ത് എന്താണ് ബേസിക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടത്. ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് എന്താണ്? ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഇസ് ഈക്വൽ ടു -gm1m2/r², റൈറ്റ്? gm1m2/r². അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എന്താണ്? this will be equal to gm1m2/r² -gm1m2/r. ഇതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദെൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് വെൽ. അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇതേപോലെയാണ്, സിമ്പിൾ. ഇറ്റ്സ് kq1 q2/r². ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എന്ന് പറയുന്നത് kq1 q2/r ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ചൊന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇതിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കും ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഓക്കെ,
അപ്പോൾ ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ. നമുക്ക് ലെറ്റ്സ് കൺസിഡർ എ മാസ്. ഓക്കെ, ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 5 kg ആണ്. ഓക്കെ, ദ മാസ് ഓഫ് ദ ബോഡി ഈസ് 5 kg. It is being raised vertically upwards with the help of a string attached to it. ഒരു സ്ട്രിങ് ഉണ്ട്, ഇതിന് നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ട് നമ്മൾ വലിക്കുകയാണ്. ഇറ്റ് റൈസസ് വിത്ത് an acceleration of 2 m/s². ഓക്കെ, ഈ മുകളിലോട്ടുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് 2 m/s² ആണ്. ഓക്കെ, ആൻഡ് ദ ബ്ലോക്ക് റൈസസ് ബൈ 2.5 meters. Find work done by tension. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഗ്രാവിറ്റി. ഓക്കെ, ആൻഡ് ഇത് രണ്ടും കണ്ടുപിടിച്ചത്. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി. ക്വിക്ക് ഗൈസ്, ക്വിക്ക്. ഞാൻ ജസ്റ്റ് ഒരു ലെറ്റ്സ് സേ ഐ എം ഗോയിങ് ടു ഗിവ് യു മേ ബി 20 seconds 30 seconds ഞാൻ തരാം. ഓക്കെ, വിത്തിൻ 30 seconds ഐ നീഡ് ഓൾ ഓഫ് യു ടു ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. ഈ രണ്ട് സംഭവം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ടെൻഷൻ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റ് ഫോഴ്സസ് അനലൈസ് ചെയ്യുക. എന്താണ് താഴോട്ടുള്ള വെയിറ്റ്, വാട്ട് വിൽ ബി ദ ടെൻഷൻ, വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ. മുകളിലോട്ടാണ് പോയത്, ആക്സലറേഷൻ ഇസ് 2 m/s². ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? Just try it out. What will you get with acceleration? You have the mass, acceleration. Okay, pettannu parayu. Okay, I'm waiting for answers. നിങ്ങളുടെ ആൻസേഴ്സ് കിട്ടിയിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും പെട്ടെന്ന് പവർ ആയിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൂടെ ഇത് ലൈവ് സെഷൻസ് നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ചെയ്തു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു ദ ബെസ്റ്റ് റിസൾട്ട്സ്. ഓക്കെ, പെട്ടെന്ന് ചെയ്യുക. ക്വിക്ക്. നമുക്ക് സമയം ഇല്ല, തീരെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഗൈസ്, എനിക്ക് ആൻസേഴ്സ് പോരട്ടെ. ആദ്യം ടെൻഷൻ്റെ ആൻസർ പറയൂ. വാട്ട് ഇസ് ടെൻഷൻ? ആദ്യം ടെൻഷൻ്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് പറയുക. അതിനുശേഷം വർക്ക് ഡൺ ബൈ ടെൻഷൻ. പെട്ടെന്ന് ക്വിക്ക്. ആരും റിപ്ലൈ തരുന്നില്ലല്ലോ. തരൂ റിപ്ലൈ. ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് മാത്രമല്ല തീയും കാര്യങ്ങളൊക്കെ പോരട്ടെ കേട്ടോ. ചാറ്റ് ബോക്സിൽ എനർജി. ഗിവ് മീ ദ വാല്യൂ ഓഫ് ടെൻഷൻ, ക്വിക്ക്. ഗിവ് മീ ദ വാല്യൂ ഓഫ് ടെൻഷൻ. ടെൻഷൻ കിട്ടാനുള്ള സമയമായി. ടെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ജസ്റ്റ് പറയുക. ഈവൻ ഇഫ് ഇറ്റ് ഇസ് റോങ്, ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് ദെൻ ഐ ഗിവ് മീ അറ്റ്ലീസ്റ്റ് വൺ ആൻസർ പ്ലീസ്. Hello, somebody give me an answer. Tension, work done വിടു. ടെൻഷൻ്റെ വാല്യൂ ആണ് ഞാൻ ചോദിക്കുന്നത്. ടെൻഷൻ്റെ വാല്യൂ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തന്നെ. ടെൻഷൻ്റെ വാല്യൂ പറഞ്ഞു തരൂ. നമ്മളൊരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, 5 kg ആണ് അതിൻ്റെ വെയിറ്റ്. അതിനെ നമ്മൾ മുകളിലോട്ട് വലിച്ചപ്പോൾ അത് 2 m/s² ആക്സിലറേഷനോട് കൂടിയാണ് മുകളിലോട്ട് പോയത്. 2 m/s² ആക്സിലറേഷനോട് കൂടി ഈ ബോഡി മുകളിലോട്ട് പോയി. അപ്പോൾ ബ്രോ CBSE ആയിരുന്നു. അതേടാ, CBSE ആയിരുന്നു. CBSEയിലുള്ളവർക്ക് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു കേട്ടോ. 40. ലെറ്റ്സ് ചെയ്യടാ, നമുക്ക് നോക്കാം. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ലെറ്റ്സ് ടേക്ക് എന്താണ് 9.8 വെച്ച് തന്നെ എടുക്കാം. 9.8 വെച്ച് തന്നെ എടുക്കാം കേട്ടോ. നമുക്ക് 9.8 വെച്ച് തന്നെ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ താഴോട്ട് എന്താണ് mg ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് എന്താണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ എന്താണ് മുകളിലോട്ടാണ്, താഴോട്ട്. ഓക്കെ, ആക്സിലറേഷൻ എന്താണ് മുകളിലോട്ടാണ്. നമുക്കിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ ഈ ടേം കേട്ടൊന്ന് കൺഫ്യൂസ് ആവണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. താഴോട്ട് മുകളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ആക്സിലറേഷൻ 2 m/s². അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഫോഴ്സ് ഇക്വേഷൻ എഴുതിയ ഫോഴ്സ് ഇക്വേഷൻ എന്താണ്? T - mg =
5a എന്ന് കിട്ടില്ല നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ല. എത്ര പേർക്ക് ഈ ഇക്വേഷൻ കിട്ടി? ഈ ഇക്വേഷൻ കിട്ടിയ എല്ലാവരും ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടുക, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. t minus mg equal to 5a. വാട്ട് ഇസ് t? വാട്ട് ഇസ് t എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ t is 5a plus mg. 5a plus mg എങ്ങനെയാണ്? which is nothing but 5 into m is also 5, right? So 5 into 9.8 plus t minus 50. Okay, നീ ഇപ്പം 10 എടുത്ത് വെച്ച് ചെയ്തു, that's fine. Okay, 9.8 plus 2 which is nothing but 59 ന്യൂട്ടൺ. 59 ന്യൂട്ടൺ ആണ് ഇത് വരിക. നിങ്ങൾക്ക് 60 കിട്ടിയവർക്കും കറക്റ്റ് ആണ്. മേ ബി യു ടു 10, മനസ്സിലായി? അതിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. That's okay. Yeah, that's okay. That's totally fine. That's totally fine. Okay, 59 ന്യൂട്ടൺ. 59 ന്യൂട്ടൺ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ശരി 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 ശരി. ഇനി വാട്ട് ഇസ് ദ വെയിറ്റ്? വാട്ട് ഇസ് ദ വെയിറ്റ്? താഴോട്ടുള്ള വെയിറ്റ് അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബാക്കി സോൾവ് ചെയ്യാനുള്ളതല്ലോ. ബാക്കി ഞാൻ സോൾവ് ചെയ്യണോ? ബാക്കി ഞാൻ സോൾവ് ചെയ്യണം. വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടെൻഷൻ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം. ടെൻഷന് മുകളിലോട്ടാണ്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ടാണ്. അപ്പം എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞു, 59 ആണ് ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2.5 മീറ്റർ ആണ് അല്ലേ? 2.5 മീറ്റർ ആണ്. അത് പറഞ്ഞില്ല ഞാൻ? 2.5 മീറ്റർ, യെസ്, 2.5 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 147.5 ന്യൂട്ടൺ എന്ന് കിട്ടും. കറക്റ്റ്, ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 147.5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 2.5 മീറ്റർ മുകളിലോട്ട്. നമ്മൾ ഈ ഫോഴ്സ് മാത്രം അപ്പോൾ കൺസിഡർ ചെയ്താൽ മതി, റൈറ്റ്? ഈ ഫോഴ്സ് മാത്രം അപ്പോൾ കൺസിഡർ ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mg ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്. ഡിസ്റ്റൻസ് മൂവ് ഇവിടെ -2.5 ആണ്, ബിക്കോസ് ഇറ്റ് മൂവ്സ് upward. The force is acting downwards, right? So what is mg? What is mg? -5 in that is 5 into 9.8 into -2.5. Okay, that is nothing but -122.5 joules. Okay, അതെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി mg h ആണ്. പക്ഷേ ഇനി ജസ്റ്റ് നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വെക്കണം. നിങ്ങൾ കോൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്തു, ഇവിടെ ആക്ച്വലി മോഷൻ നടന്നത് മുകളിലോട്ടാണ്. അപ്പോൾ ഈ നടന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. mg ഇൻറ്റു -2.5 മീറ്റർ. 2.5 മീറ്റർ ആണുള്ളത് മുകളിലോട്ട് പോയത്. അപ്പോൾ 5 ഇൻറ്റു 9.8 ഇൻറ്റു -2.5 -122.5 ജൂൾ. -122.5 ജൂൾ. -122.5 ജൂൾ. മറക്കരുതേ. അപ്പോൾ നമുക്കിതിൻ്റെ നെറ്റ് ഫോഴ്സ്, നെറ്റ് വർക്ക് ഡൺ എന്താ? 59 ന്യൂട്ടൺ എന്നൊക്കെ എഴുതി. 59 ന്യൂട്ടൺ. ഇതിൻ്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എത്രയാണ്? W നെറ്റ് നിങ്ങൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്യുക. 147.5 പ്ലസ് -122.5 ജൂൾ. ഓക്കെ, 122.5 joule, which is nothing but 25 joules. ഇതാണ് ഇതിൻ്റെ നെറ്റ് വർക്ക് ഡൺ. ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. നിങ്ങൾ കോൺസെപ്റ്റിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, ലീവ് എവറിത്തിങ് ബിഹൈൻഡ്, ലുക്ക് അറ്റ് ദ കോൺസെപ്റ്റ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. ഇതേപോലെ ഞാൻ ജസ്റ്റ് ക്വിക്ക് ടിപ്പ് പറഞ്ഞു തരട്ടെ. നമുക്കൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ, ഇത് എപ്പോഴും ചോദിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? താഴോട്ട് mg വെയിറ്റ് ആക്ട് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ റിസോൾവ് ചെയ്ത് വരുമ്പോൾ mg കോസ് തീറ്റയായി, ഈ കമ്പോണൻറ്റ് മാറി. ഇപ്പുറത്തെ കമ്പോണൻറ്റ് എന്തായി? mg സൈൻ തീറ്റയായി. ഓക്കെ, ഇനി എടാ സ്പ്രിംഗ് ബ്ലോക്ക് പ്രോബ്ലംസിൽ F = -kx യൂസ് ചെയ്യണോ അതോ F = kx യൂസ് ചെയ്യണോ? വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നീ അനലൈസ് ചെയ്യുക. സ്പ്രിംഗ് ബ്ലോക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഈ -kx ഉം kx ഉം ഒക്കെ വരുന്നത് എന്താണ്?
എടാ നിങ്ങൾ ഇങ്ങോട്ടാണ് ഈ ബ്ലോക്കിനെ വലിക്കുന്നത്, സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചപ്പോഴുള്ള കാൽക്കുലേഷൻസ് വരുന്ന സമയത്താണെങ്കിൽ -kx യൂസ് ചെയ്യണം. ബിക്കോസ് എന്താണ്, സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദിസ് ഡിറക്ഷൻ ആൻഡ് യു ആർ പുള്ളിങ് ഇൻ ദിസ് ഡിറക്ഷൻ. നിങ്ങൾ ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് -kx ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ -kx യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ സ്പ്രിംഗ് റീസ്റ്റോർ ആവുന്ന സമയത്ത് ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദിസ് ഡിറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ ദിസ് ഡിറക്ഷൻ, റൈറ്റ്? അപ്പോൾ നിങ്ങൾ kx യൂസ് ചെയ്യണ്ടേ? പറയുന്നത് മനസ്സിലാവുന്നില്ല? ഈ സംഭവം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഫോഴ്സ് കാരണമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിറക്ഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. മനസ്സിലായോ? അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇത് ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ക്ലിയർ ആവും കേട്ടോ. ഇതൊക്കെ ക്ലിയർ ആവും. പിന്നെ വേറൊരു കാര്യം ഓർത്ത് വെക്കുന്ന നല്ലതാണ്. ഓക്കെ, നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺസേർവ്ഡ് എന്ന് നമുക്ക് പറയാം. റൈറ്റ്? നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം. ഓക്കെ, ഈ മോളിൽ നമ്മളിത് നേരത്തെ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഒരു ബോളിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞു, അത് മോളിൽ പോയി റെസ്റ്റിലായി, പിന്നെ തിരിച്ച് താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 3 കേസിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് നടുക്കുള്ളൊരു കേസും കൂടെ എടുക്കാൻ പറ്റും. 3 കേസിൽ നമുക്കിത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മുടെ ലെഫ്റ്റിൽ റീസ്റ്റോറിങ് ഫോഴ്സ്. എക്സാക്ട്ലി. വെബ് ടോസ്റ്റർ, ഐ എം ഗെറ്റിംഗ് പാനിക്. വൈ ആർ യു ഗെറ്റിംഗ് പാനിക്ഡ്? എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ പാനിക്? Panic is your enemy. Panic വേണ്ട. Panic is your enemy. Panic is going to get you messed up for your exam. Okay? Panic is your enemy. പാനിക്കിനെ വിടൂ. പാനിക് ഇല്ലാണ്ടിരുന്നാൽ തന്നെ നിങ്ങളുടെ കീം പകുതിയിലേറെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു വാട്ട് ആർ വി ടാർഗറ്റിംഗ് എന്നുള്ളത്. I told you initially itself what are we targeting. We are targeting mark scoring topics. നമുക്ക് മിനിമം 80 to 100 ഫിസിക്സിൽ മാത്രം സ്കോർ ചെയ്യാം. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് 20 കൂട്ടിയാണ് വരുൺ പറഞ്ഞത്. സോ 140 to 170 നമുക്ക് കെമിസ്ട്രി ആൻഡ് ഫിസിക്സിൽ നിന്ന് തന്നെ കിട്ടി. റെസ്റ്റ് മാത്സിന് മിനിമം 200 ഒക്കെ മാക്സിമം മേടിക്കാൻ വെരി ഈസി ഡു. 200 യു ഗെറ്റ് ഇൻ മാത്സ് ഇസ് വെരി ഈസി. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ 200 കിട്ടും. പക്ഷേ ഇഫ് യു ക്യാൻ ഫർദർ ദിസ് ടു 300, എക്സലൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു 350 ഒക്കെ നിങ്ങൾക്ക് അടുപ്പിച്ച് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ആവറേജ് സ്കോറാണ്. യു ഡു എ ലോട്ട്, യു വിൽ ഗെറ്റ് മോർ ദാൻ 300 ഒക്കെ യു വിൽ ഗെറ്റ്. ഓക്കെ, നിങ്ങൾ പഠിക്കുക, യു ഡു ദ ക്വസ്റ്റ്യൻസ്, യു ലിസൺ ടു ദ ക്ലാസ്സസ്, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് 300 മാർക്സ്. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. നിങ്ങൾ യു ഡു എവറി സിംഗിൾ ക്വസ്റ്റ്യൻ, ഗെറ്റ് യുവർ ഡൗട്ട്സ് ക്ലിയർഡ്, അറ്റൻഡ് ദ ക്ലാസ്സസ്, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ്. ഞങ്ങൾ ഈ പഠിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ സമയം കാണില്ല. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയൊരു ഡൗട്ട് വന്നു, യു ക്യാൻ ആസ്ക് അസ് സെയിം ടൈം. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കീമിന് ഈ ചാനലിൽ നിന്ന് മാത്രമേ പഠിക്കാവൂ, അല്ലെങ്കിൽ ഫോർ അസ് ഇറ്റ്സ് നോട്ട് എ ചാനൽ, റൈറ്റ്? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വി ആർ ഡൂയിങ് ദിസ് ഇസ് പാർട്ട് ഓഫ് അവർ CET പ്രോജക്റ്റ്. അപ്പം ഫോർ അസ് നമ്മൾ CET പിള്ളേരുടെ നിന്ന് മാത്രമേ പഠിക്കാവുന്നു അല്ല നിയമം ആരെങ്കിലും ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഫോർ കീം? ഇല്ല. യു ഹാവ് ദ ഇൻ്റർനെറ്റ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. യൂസ് ദ ഇൻ്റർനെറ്റ് വൈസ്ലി ഡൂഡ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയണം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയൊരു വരദാനാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരുമ്പോഴത്തേക്കും അതിൽ ആ ഒരു ടോപ്പിക്കിലൊരു എക്സ്പ്ലനേറ്ററി വീഡിയോ അങ്ങ് കാണുക. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇൻ്റർനെറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റിലെ ഗ്രാസ്പ് ഒന്ന് കൂട്ടി വയ്ക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ തരുന്ന കോൺസെപ്റ്റ്സ്, നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അതിൻ്റെ സൊല്യൂഷനൊക്കെ കിട്ടിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ചു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്താൽ മതിയോ? ഷുവറായിട്ട് മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യു വർക്കൗട്ട്. 5 years ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ ക്ലിയർ ആയി. 5 years പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 600 സ്കോറൊക്കെ നിങ്ങൾക്ക് കിട്ടും. 5 years ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ കോൺസെപ്റ്റ്സും പഠിച്ച് പോകണം. എന്നിട്ട് ഒരു 7 വർഷം മുന്നത്തെ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു 7 വർഷം മുന്നത്തെ പേപ്പർ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പം അതിനകത്ത് നിങ്ങൾക്ക് ഒരു 550+ കിട്ടുന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എന്തായാലും ആ സെയിം സ്കോർ തന്നെ ഇതിനകത്ത് കിട്ടും. ഒരു 600 കിട്ടുന്നുണ്ടെങ്കിൽ
ഒരു 7 years മുന്നത്തെ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. 600 അറൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വർഷം 600 അറൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, ഒരു 7 to 8 years ബിഫോറുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. 2010, 2012 ഈ ഇയേഴ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഇസ് 10 years ബാക്ക്, റൈറ്റ്? ഈ 10 years ബാക്ക് ഇതൊക്കെ നോക്കുക. ദെൻ ഒരു 2014 അറൗണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. ആഫ്റ്റർ യു വർക്കൗട്ട് ദ പ്രീവിയസ് 5 years ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ജസ്റ്റ് പ്രീവിയസ് ഇയർ ഒക്കെ എളുപ്പമാണോ? ഞങ്ങൾ എഴുതിയ സമയത്തൊക്കെ നല്ല എളുപ്പമാണ്. ഓക്കെ, 2020, 2021, 2019 അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. 2020, 2021 നിങ്ങൾ അധികം നോക്ക്. പ്രാക്ടീസിങ് ഇസ് ഓൾവേസ് ഗുഡ്. ഓക്കെ, പക്ഷേ ദീസ് ആർ ഈസി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ചേട്ടാ ഈസിയാണ്, ഈസി ആകുമ്പം ഈസി ഈസ് ബെറ്റർ, റൈറ്റ്? ഇല്ലാടോ, ഇഫ് ഇറ്റ് ഇസ് ഈസി ഫോർ യു ഇറ്റ് ഇസ് ഈസി ഫോർ എവ്രി വൺ. ഓക്കെ, നിനക്ക് ഈസി ആകുമ്പോഴത്തേക്കും ബാക്കി നിൻ്റെ ഫ്രണ്ടിനും ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്കോർ കിട്ടും. അപ്പോൾ റാങ്കിൻ്റെ വ്യത്യാസം പോയില്ലേ, നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള ചാൻസ് പോയില്ലേ? പക്ഷെ ലേശം പാടാണ്. മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു ഹാവ് ദ കോൺസെപ്റ്റ്സ് വേറസ് യുവർ ഫ്രണ്ട് ഡസൻറ്റ്, നിങ്ങൾക്ക് അത്രയും മാർക്ക് കൂടുതൽ കിട്ടും, അവനേക്കാളും മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റാങ്കും എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ലേശം പാടുള്ള പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മാർക്ക് ഡിഫറൻസിന് തന്നെ നല്ല വലിയൊരു റാങ്ക് ഡിഫറൻസ് വരും. മനസ്സിലായോ? Opinion on skipping entire chemistry if math and physics are kind of strong. Dude, see, if you skip your chemistry, if at all, നിങ്ങൾ during the day of the exam, if at all for some reason physics part is damn tough. Okay, physics part is damn tough and you lose it. If at all you lose physics part, at least 50% of your physics part you are risking a lot. പക്ഷെ നിങ്ങൾക്ക് കെമിസ്ട്രി ദർ ആർ ഈസി സ്കോറിങ് ടോപ്പിക്സ് മാൻഡേറ്ററി ആയിട്ടും നോക്കിയിട്ട് പോവാം. മാൻഡേറ്ററി. ഓക്കെ, വരുണിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക, വരുൺ പറയും മാൻഡേറ്ററി ആയിട്ട് നോക്കിയിട്ട് പോവാം. മതി ഫോക്കസ് ഏരിയ മതി. എടാ, ഫോക്കസ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഫോക്കസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രൻസിന് ചോദിക്കുന്ന ഫോക്കസ് ഏരിയ ഇസ് ദാറ്റ് ഏരിയ വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻസ്. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ മതി. നിങ്ങൾക്ക് കെമിസ്ട്രി, ഞാൻ പറയാം, കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ നിങ്ങൾ മൊത്തം പഠിച്ചെടുത്തു എന്ന് വയ്ക്കുക. ഓക്കെ, കെമിസ്ട്രി യു വിൽ ഗെറ്റ് എൻ എക്സലൻറ്റ് സ്കോർ. നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് പോയാൽ യു വിൽ ഗെറ്റ് എൻ എക്സലൻറ്റ് സ്കോർ ഫോർ കെമിസ്ട്രി. ഫിസിക്സിൻ്റെ കേസിൽ ഫോക്കസ് ഏരിയ വേണം, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയണം ഫോക്കസ് ഏരിയ. മനസ്സിലായില്ലേ? ബോർഡ് മാർക്കില്ല. ബോർഡ് മാർക്കിൻ്റെ കഥ ഞാൻ പറഞ്ഞു കേട്ടോ. ദർ ഇസ് നോർമലൈസേഷൻ. അപ്പം വാട്ട് ഈസ് ഗോയിങ് റോങ് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി അക്കാഡമിക്സിലേക്ക് നോക്കാം കേട്ടോ. നോർമലൈസേഷൻ ഉള്ളതുകൊണ്ട് ലെറ്റ്സ് സേ സ്റ്റേറ്റിനകത്ത് ഇഫ് എവ്രിബഡി ഗെറ്റ്സ് എ ലോട്ട് ഓഫ് മാർക്സ്, എവ്രിബഡി ഗെറ്റ്സ് അറൗണ്ട് 95% പ്ലസ് അല്ലെങ്കിൽ 99, 100 ആ റേഞ്ചിലൊക്കെ മാർക്കുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലൈക്ക് ടേക്കിംഗ് ബോർഡ് മാർക്സ് ഇസ് എ ബെയിൻ ഫോർ യു. നിങ്ങൾക്ക് അത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു CBSE സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് മാർക്കൊക്കെ ഭയങ്കര പിടിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 85-90 റേഞ്ചിലാണ് കൂടുതൽ. 90+ ഒക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ 95+ ഒക്കെ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോർമലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കോർ അത്യാവശ്യം നല്ലപോലെ അങ്ങ് ഹൈലൈറ്റ് ആയി അങ്ങ് നിൽക്കും. സോ ചിലപ്പോൾ ഈ 100 കിട്ടിയ കുട്ടി സ്റ്റേറ്റിൽ, ഞാൻ പറഞ്ഞില്ല, 100 കിട്ടിയ 2 കുട്ടികളുണ്ടാവാം. ഒരു കുട്ടി എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് 100 മേടിച്ച കുട്ടിയാണ്. ഒരു കുട്ടി എന്ന് പറയുന്നത് പഠിച്ചിട്ടില്ല, സ്ട്രാറ്റജി ഉപയോഗിച്ച് 100 മേടിച്ച കുട്ടിയാണ്. ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ച് അങ്ങനെ സ്ട്രാറ്റജി ഉപയോഗിച്ച് 100 മേടിച്ച കുട്ടിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് 100 മേടിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കിന് ഇന്നൊരു പോയിന്റ് കിട്ടും. സോ ഫോർ ഹിം 100 മൈറ്റ് ബി അഡ്വാൻറ്റേജസ്. ഓക്കെ, പക്ഷേ ഈ പഠിച്ചിട്ട് 100 മേടിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 100 വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് ഇയാൾ CBSE പോയിരുന്നെങ്കിൽ ഇയാൾക്കൊരു 98 അറൗണ്ട് കിട്ടിയേനെ. പക്ഷേ ഈ കുട്ടി ചിലപ്പോൾ CBSE പോയി കഴിഞ്ഞാൽ ഇയാൾക്കൊരു 85 അറൗണ്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നോർമലൈസ് ചെയ്യുന്നത്. നോർമലൈസ് ചെയ്യുമ്പം മനസ്സിലായ അത് നിങ്ങൾക്ക് പണിയാണ്. അപ്പോൾ നിങ്ങൾ 100 മാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് അഹങ്കരിക്കരുത്. മാർക്ക് ഉണ്ടെങ്കിൽ അതേപോലെ കീമിന് നല്ലപോലെ പഠിക്കുക. ഇപ്പോൾ ചിലപ്പോൾ CBSE ആയിരിക്കില്ല ഈ വർഷം, ചിലപ്പോൾ ICSEക്ക് ആയിരിക്കും കൂടുതൽ കിട്ടാൻ പോകുന്നത്, ചിലപ്പം വേറെ ഏതെങ്കിലും ബോർഡിനായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓൾവേസ് പ്രിപ്പയർ ഫോർ യുവർ എൻട്രൻസ് വെരി വെൽ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ശരി, പിന്നെ നമുക്ക് കൊളിഷൻസും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം കേട്ടോ. എലാസ്റ്റിക് കൊളിഷൻ ഇന്നില്ല. ഓക്കെ, അപ്പോൾ കൊളിഷൻസ്
അന്നേ പെട്ടെന്ന് നമുക്ക് കൊളിഷൻസും കൂടെ നോക്കാം. Collisions. There are many types of collisions. Okay, elastic, inelastic. അപ്പോൾ ഇതിനകത്ത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ബ്ലാ 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 ഒക്കെ ഉണ്ട്. 2 dimension ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്നും നോക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ എലാസ്റ്റിക് കൊളിഷൻ, ഹെഡ് ഓൺ കൊളിഷൻ നിങ്ങൾ എന്തായാലും നോക്കിയേ പറ്റുള്ളൂ. ഓക്കെ, എലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 dimension എന്തായാലും നോക്കിയേ പറ്റുള്ളൂ. So there is a body M1 A, body A M1. നിങ്ങളൊക്കെ ഉണ്ടോ അവിടെ? എടാ, കൈനറ്റിക് തിയറി ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. നിനക്ക് ഒരു എൻറ്റയർ ബ്രേക്കപ്പ് ഞാൻ ഇന്നത്തേക്ക് തരാം. ഓക്കെ, ദർ ഇസ് ബോഡി എ, ദർ ഇസ് എ ബോഡി ബി, മാസ് M1, ദിസ് ഹാസ് മാസ് M2. ദെൻ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി, ദെൻ ദേ ഗോ അപ്പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഇവർ വന്നത് V1 വെലോസിറ്റിയാണ്, സോറി U1 ഇനീഷ്യൽ വെലോസിറ്റിയിൽ U1 ആണ്, ഇവിടെ U2 ആണ്. ഇവർ തിരിച്ചു പോകുന്നത് V1 ആണ്, തിരിച്ചു പോകുന്നത് V2 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എൻ ഇലാസ്റ്റിക് കൊളിഷൻ? ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എൻ ഇലാസ്റ്റിക് കൊളിഷൻ? എല്ലാം പറയുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ അതിന്? ജസ്റ്റ് ഗിവ് മി എ റിപ്ലൈ ഗൈസ്. പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷനിൽ എന്തൊക്കെ 3 ക്വാണ്ടിറ്റീസ് ആർ കൺസേർവ്ഡ്? വാട്ട് ഓൾ ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ കൺസേർവ്ഡ്? ഒന്ന് പറയൂ. ഇനി ചാറ്റ് ബോക്സ് റിപ്ലൈ ഒന്നും കാണാനില്ലല്ലോ. പറയൂ ഗൈസ്, പറയൂ. Which 3 properties are conserved? Momentum is conserved. True. Momentum is conserved. Linear momentum is conserved. True. Then second, what else is conserved? Total energy is conserved. Okay, kinetic energy is conserved. ഇതൊക്കെ ഓർത്ത് വെക്കണം. ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. ഓക്കെ, അപ്പം ഇതിനകത്ത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ദാറ്റ് ഇസ് M1 V1 ഈക്വൽ M1 U1 പ്ലസ് M2 U2 ഇസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 U2. ഇത് ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്ന് അറിയാമല്ലോ. അപ്പം അത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 എന്താണ് ആടെ എലാസ്റ്റിക് ആണ്. ദിസ് ഇസ് ഫോർ എലാസ്റ്റിക്. Okay, perfectly elastic collision. Half M1 U1 square plus half M2 U2 square is equal to half M1 V1 squared plus half M2 V2 squared. Okay, ഇത് രണ്ടും നിങ്ങൾ കണ്ടുവെക്കുക. ഓക്കെ, ഇത് ഓർത്ത് വെക്കില്ലേ? This one is very important. Then ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. ഫ്രം ദീസ് 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ കിട്ടും. ഇത് രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കീമിലെ എല്ലാ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഓഫ് ഇലാസ്റ്റിക് കൊളിഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് ഇൻഇലാസ്റ്റിക് കൊളിഷനും ഉണ്ട്. ഓക്കെ, ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം കീമിനകത്ത് കൂടുതൽ നമുക്ക് ഇലാസ്റ്റിക് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളിഷൻ്റെ വാട്ട് ഐ വിൽ ഡു ഇസ് ഐ വിൽ ഗിവ് യു ദ സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ജസ്റ്റ് റീഡ് ത്രൂ എലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് വൺസ് അഗൈൻ. ഞാൻ ഈ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ട, ബിക്കോസ് ലൈക്ക് ഇങ്ങനെ എന്താണ് കൺസേർവ്ഡ് ആണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ തിയറി പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ അറിയോ, എൻട്രൻസ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കത്തില്ല. ഫോർ ബോർഡ്സ് ദിസ് ഇസ് ഗുഡ്. അപ്പോൾ നമുക്ക് എൻട്രൻസ് പോയിന്റിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ആബ്സല്യൂട്ട്ലി ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ കൊളിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ.
Where is the question? Yes. വേണ്ട. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ. ഓക്കെ, ബോൾ ഇപ്പോൾ 2 ബോൾസ് നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, there are 2 balls, mass 5, mass 2. This is moving with velocity 3 meter per second. This is moving with velocity 2 meter per second. Okay, they collide. അപ്പോൾ ഇവർ കൂട്ടിമുട്ടിയിട്ട് ഇവർ തിരിച്ച് പോകുമ്പോഴത്തേക്കും എന്താണ് അവസ്ഥ എന്ന് നോക്കണം. അപ്പോൾ ഈ മാസ് ദിസ് ബോഡിയുടെ മാസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി ലെറ്റസ് സേ ഇറ്റ് ഇസ് ഈ ബോഡിയുടെ മാസ് ഇസ് ലെറ്റ്സ് സേ സംവെയർ അറൗണ്ട് 3 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുക. ഇവിടെ ഒരു 3 × 2 അല്ലേ, 2.5 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. m1v1 plus m2v2 is equal m1u1 plus m2u2 is equal to m1v1 plus m2v2. So 5 × 3 15 plus 2 × 2 4 is equal to 5 × 2.5 which is 10 12.5 അല്ലേ 5 × 2 is 10 plus 5 × 2.5 is 2.5, that is 12.5 plus 2x. നിങ്ങൾക്കത് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സപ്പോസ് ഇതിനകത്ത് 2 വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ 2 ഇക്വേഷനും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് അബൌട്ട് വർക്ക് എനർജി. ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസാണ് വേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസാണ്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഐ വിൽ ഗിവ് യു ദ ക്വസ്റ്റ്യൻസ്, ഐ വിൽ ഗിവ് യു ദ സൊല്യൂഷൻസ്. ക്വസ്റ്റ്യൻസ് പ്ലസ് സൊല്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. You go through the questions, you go through the solutions. Question ആദ്യം ചെയ്യുക, അനലൈസ് ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യം തരും, സൊല്യൂഷൻ ഇപ്പോൾ തരത്തില്ല. ക്വസ്റ്റ്യൻ ആദ്യം തരും. യു ഡൂ ദ ക്വസ്റ്റ്യൻ, ഐ ഗീവ് യു ടൈം. മേ ബി ഞാൻ ഇന്ന് തന്നു കഴിഞ്ഞിട്ട് മേ ബി ഐ ഗീവ് ദ സൊല്യൂഷൻസ് ടുമോറോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഞാൻ സൊല്യൂഷൻസ് തരുമ്പോൾ സൊല്യൂഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എല്ലാ ചാപ്റ്ററിനും നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രാക്ടീസ് നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് 2 to 3 days നമുക്ക് കിടിലം പ്രാക്ടീസ് സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഐ വിൽ ഗിവ് യു സം കോൺസെപ്റ്റ് വീഡിയോസ് ഓൾസോ. അതൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സൊല്യൂഷൻസ് നിങ്ങൾ നോക്കുക. ദെൻ യു വിൽ സ്റ്റഡി ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതേപോലെ നമുക്ക് പെട്ടെന്ന് യൂണിറ്റ്സ്, ഫിസിക്സ് ആൻഡ് മെഷർമെൻറ്റ്, നമ്മൾ യൂണിറ്റ്സിൻ്റെ ചാപ്റ്റർ അല്ലേ, അതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തങ്ങ് പോകും. യൂണിറ്റ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3 വയസ്സിനോളം കിട്ടും യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് തിയറി ആയിട്ട് വേണോ നിങ്ങൾക്ക്? ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്താണെന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കാര്യം അറിയേണ്ടത് ഡയമെൻഷണൽ അനാലിസിസാണ്. ഡയമെൻഷണൽ അനാലിസിസ് അയ്യോ എന്തൊക്കെയാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, തൽക്കാലം ഷോർട്ട് ഫോം എഴുതാം, അതാണ് ബെറ്റർ. ഡയമെൻഷണൽ അനാലിസിസ് ആണ് നമുക്ക് വേണ്ടത്. ഓൾറൈറ്റ്, പക്ഷെ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് കൺവേർഷൻ ചോദിക്കാം. വെർണിയർ കാലിപ്പർ ആൻഡ് സ്ക്രൂ ഗേജ് ഹാർഡാണ്. എക്സ്പെരിമെൻ്റൽ ഫിസിക്സിന് ചിലപ്പോൾ ചോദിക്കും കേട്ടോ ക്വസ്റ്റ്യൻ. എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് ആണ് വെർണിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ് എക്സെട്ര. എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് അത് പഠിക്കണം. അത് അവസാനം നോക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാം. ഈ നിങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. യൂണിറ്റ് കൺവേർഷൻ. ഓക്കെ, യൂണിറ്റ് കൺവേർഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത എക്സാമ്പിൾ നമുക്ക് ഇതൊക്കെ റെയറാണ് കേട്ടോ. യൂണിറ്റ് കൺവേർഷന് ചോദിക്കുന്നതൊക്കെ റെയറാണ്. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 54 കിലോമീറ്റർ. ഓക്കെ, 54 km/h മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചോ. ഇങ്ങനെയൊന്നും ഡയറക്റ്റായിട്ട് ഒരിക്കലും ചോദിക്കത്തില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സപ്പോസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ വെലോസിറ്റിയുടെ
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും വരില്ല. പിന്നെ നിങ്ങൾ ചുമ്മാ പഠിച്ചിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വീൽ കട്ട് ടു ദ ചേസ്. കാരണം 54 km/h കൺവേർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കീമിൽ ഇന്നേ വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. എടാ 15 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ബിക്കോസ് വാട്ട് ഇസ് ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 54 km/h നമ്മുടെ കയ്യിലുണ്ട്. ദർ ഇസ് എ ഷോർട്ട് കട്ട്. ദർ ഇസ് എ ഷോർട്ട് കട്ട് ഡൂഡ്. ദർ ഇസ് എ ഷോർട്ട് കട്ട്. ഓക്കെ, വി ഓൾ നോ ദാറ്റ് ഇസ് convert it into 5/18. Okay, this is 3 into 5 15. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇത് ഇടയ്ക്ക് വല്ലതും യൂസ്ഫുൾ ആണെങ്കിലോ, ഇഫ് ഇൻ എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് km/h തന്നിട്ട് m/s കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ into 5/18 ചെയ്യാം. പക്ഷേ m/s to km/h ആണെങ്കിൽ എന്ത് ചെയ്യാം? 18/5 ചെയ്യാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഷോർട്ട് ട്രിക്സ് ആണ് കേട്ടോ. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് ചോദിക്കില്ല. ഇങ്ങനൊരു സംഭവം നമുക്ക് പഠിച്ചിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ അല്ലാണ്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡെറിവേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L. സിമ്പിൾ പെൻഡുലം. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ചുമ്മാ ടൈം പീരിയഡിൻ്റെ ഫോർമുലയെങ്കിലും കൂടെ പഠിച്ചു പോട്ടെ എന്ന് വെച്ചിട്ട്. ടേം 1 90% ഉള്ളൂ, ടേം 2 റിസൾട്ട് വന്നില്ല, റിസൾട്ട് വെയിറ്റേജ് അറിയില്ല, അപ്പോൾ ഈ കീ മാർക്ക് എടുക്കുമ്പോൾ താഴെ പോവില്ലേ? നേരത്തെ പറഞ്ഞതൊന്ന് ക്ലിയർ ആക്കുമോ? എടാ സിമ്പിൾ, നിനക്ക് ടേം 1 90% ഉണ്ട്. ഓക്കെ, ടേം 1 90% ഉണ്ട്. ഇതിൻ്റെ വെയിറ്റേജ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാൽ ഭയങ്കര 50% വെയിറ്റേജ് ഒന്നും എന്തായാലും കാണില്ല. മേ ബി ഒരു 20% ഒക്കെ കാണാനാണ് ചാൻസ്. ദാറ്റ് ഇസ് വാട്ട് ഐ എസ്റ്റിമേറ്റ്. ഐ ഡോണ്ട് നോ. നിനക്കിപ്പോൾ CBSE, ഐ ടെൽ യു മൈ സ്റ്റോറി. ഓക്കെ, എനിക്ക് CBSEയിൽ 94.something%, ഐ ഡോണ്ട് റിമെമ്പർ, 6 ആണോ തോന്നുന്നു, 6 ആണോ 94.4 ആണോ 94.2 സംതിങ്, 94 something ആയിരുന്നു. മൈ ഫ്രണ്ട് ഗോട്ട് 100% സ്റ്റേറ്റ്. ഓക്കെ, മൈ ഫ്രണ്ട് ഗോട്ട് 100% സ്റ്റേറ്റ്. അവന് എൻ്റെ അടുത്ത് മാർക്കും ഉണ്ടായിരുന്നു. ദെൻ ഹിസ് റാങ്ക് വാസ് ലോവർ ദാൻ മൈൻ. കാരണം അവൻ്റെ മാർക്ക് നോർമലൈസ് ചെയ്ത് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്കാണ് എടുക്കുക. ഫിസിക്സിന് 100, കെമിസ്ട്രിക്ക് 100, മാത്സിന് 100 ആണ് സ്റ്റേറ്റിലെ മാർക്ക് എന്ന് വയ്ക്കുക. നോർമലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ മാർക്ക് ചിലപ്പോൾ ഈ 100 എന്നുള്ള സ്ഥലത്ത് സ്റ്റേറ്റിലെ കുട്ടിക്ക് 85 ഫോർ ഫിസിക്സ്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 85, 86, 90 ഈ ഒരു റേഞ്ചിലായിരിക്കും ചിലപ്പോൾ മാർക്ക് കിട്ടുന്നത്. ഡിപ്പെൻസ് ഓൺ ഹൗ അതർ പീപ്പിൾ ഹാവ് സ്കോർഡ് ഇൻ ദാറ്റ് ബോർഡ്. പക്ഷേ ഒരു CBSE പഠിച്ച കുട്ടിക്ക് സപ്പോസ് ഹിസ് സ്കോർ ഇസ് 94, 95, മനസ്സിലായ, 94, 95, 93 ഇങ്ങനെയാണെന്ന് വയ്ക്കുക. ഇത് ചിലപ്പോൾ ഒരു 88, 90, ഓക്കെ, 89. Is he still your friend? Yeah dude. മാർക്കിൻ്റെ കാര്യത്തിലൊന്നും പിരിയുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇസ് എ സ്ട്രോങ് കെമിക്കൽ ബോണ്ട്. ഓക്കെ, അപ്പം വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്, സോ ഡോണ്ട് വറി. അപ്പോൾ നോർമലൈസ് ചെയ്ത് വരുമ്പോൾ യു മൈറ്റ് ഗെറ്റ് മാർക്സ് ഇൻ ദിസ് റേഞ്ച്. അപ്പോൾ നീ നോക്കിക്കേ, ഈവൻ ദോ ഹീ സ്കോർഡ് ലോവർ മാർക്സ് ദാൻ ദിസ് ഡൂഡ്, ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് ഫ്രം CBSE ഹീ ഗെറ്റ്സ് മോർ വെയിറ്റേജ് ഫോർ മാർക്സ്. സിമ്പിൾ, റൈറ്റ്? അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആണ് എല്ലാവർക്കും കുറവാണെന്ന് വെച്ചാൽ എല്ലാവർക്കും 80 to 85 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര ചാൻസ് ആണ്. ചിലപ്പം സ്റ്റേറ്റിൽ 100 കിട്ടിയ കുട്ടിയുടെ അത്ര മാർക്ക് നിനക്ക് കിട്ടും. അതാണ്, അങ്ങനെയാണ് സംഭവങ്ങൾ. ഓക്കെ, ശരി. നമുക്ക് അപ്പോൾ എന്താ പറയുക, ഞാൻ എന്താ സിമ്പിൾ പെൻഡത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ. ഓക്കെ, അപ്പം ടൈം പീരിയഡ് ഫോർ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യും ടൈം പീരിയഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു, നമുക്ക് മൂന്നാല് ക്വാണ്ടിറ്റീസ് നമുക്ക് അസ്യൂം ചെയ്യാം. മാസ് raised to the power A, length raised to the power B, gravitational raised to the power C. Okay, gravitation raised to the power C. അതായത് നമ്മൾ ബേസിക്കലി ഒരു ഫോർമുല എഴുതുവാണ്. അതായത് നമ്മൾ MGL എന്ന് നമ്മളിത് അസ്യൂം ചെയ്യുന്നു. M raised to the power A, L raised to the power B, G raised to the power C. നമ്മളിങ്ങനെ അസ്യൂം ചെയ്ത് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇപ്പുറത്തെ ഡയമെൻഷൻ കമ്പയർ ചെയ്യും, ഇതിൻ്റെ ഇപ്പുറത്തെ ഡയമെൻഷൻ കമ്പയർ ചെയ്യും. അതെന്താണ്? M0 സെറ്റ് ക്ലിയർ. ഓക്കെടാ, M0 L0 T-1
എന്നിട്ട് ഇപ്പുറത്ത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ നമ്മൾ കമ്പയർ ചെയ്യും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ആക്സലറേഷൻ ഡയമെൻഷൻ LT - 2 ഇത് റേസ് ടു C. ലെങ്ത് എന്താണ്? L അല്ലേ, L റേസ് ടു B. മാസ് എന്താണ്? M റേസ് ടു A. ഇത് രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. സിമ്പിൾ. ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടി? A = 0. ഓക്കെ, L = 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ കിട്ടുക? M റേസ് ടു A, L റേസ് ടു B + C എന്ന് കിട്ടും. T റേസ് ടു - 2C എന്ന് കിട്ടും. അല്ലേ, കറക്റ്റ് അല്ലേ? T റേസ് ടു - 2C എന്ന് കിട്ടും. A = 0 എന്ന് കിട്ടും. B + C = 0 എന്ന് കിട്ടും. മൈനസ് പിന്നെ 2C = 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂസ് നമ്മൾ തിരിച്ച് നമ്മൾ അസ്യൂം ചെയ്ത സംഭവത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് M റേസ് ടു 0, L റേസ് ടു ദ പവർ B ആണ്. -2C 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് B എന്ത് കിട്ടും? B 1/2 എന്ന് കിട്ടും. C എന്ന് പറയുന്നത് -1/2 എന്ന് കിട്ടും. അപ്പം L റേസ് ടു ദ പവർ B അല്ലേ, B എന്ന് പറയുന്നത് 1/2, G റേസ് ടു ദ പവർ -1/2. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമുല കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക? T = സം കോൺസ്റ്റൻറ്റ് K. കോൺസ്റ്റൻറ്റിന് എന്തായാലും ഡയമെൻഷൻ അനാലിസിസ് ഇല്ല. സം കോൺസ്റ്റൻറ്റ് K × √L/G എന്ന് കിട്ടിയില്ലേ? കാരണം L റേസ് ടു 1/2, G റേസ് ടു -1/2 എന്ന് പറയുമ്പോൾ 1/G റേസ് ടു 1/2 എന്ന് കിട്ടി. ഇത് രണ്ട് നമ്മൾ റൂട്ട് ഇട്ട് കൊടുത്തു 1/2ക്ക് വരാം. സിമ്പിൾ തിങ്. മനസ്സിലായില്ലേ? ഇത് ക്ലിയർ അല്ലേ? ആടാ, കോൺസ്റ്റൻറ്റ് K നമ്മൾ ഒന്നെങ്കിൽ ആദ്യം തന്നെ ആഡ് ചെയ്തങ്ങ് പോവുക, അല്ലെങ്കിൽ അവസാനം ആഡ് ചെയ്യുക. എന്തായാലും ഒരു കോൺസ്റ്റൻറ്റ് വേണം. കാരണം നമ്മൾ ജസ്റ്റ് പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഈക്വൽ ടു ഇടുമ്പോഴത്തേക്ക് എന്താണ്? കോൺസ്റ്റൻറ്റ് K ഇടും നമ്മൾ, റൈറ്റ്? വെൻ യു കൺവേർട്ട് എ പ്രപ്പോർഷണാലിറ്റി ടു എൻ ഈക്വൽ ടു, യു നീഡ് ടു ആഡ് എ കോൺസ്റ്റൻറ്റ് K. പിന്നെ ഇതേപോലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സൊക്കെ എല്ലാവരും പഠിപ്പിച്ചു, കെമിസ്ട്രിയിൽ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഷോർട്ട് ട്രിക്കൊക്കെ കെമിസ്ട്രി പഠിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ബൈ ദ വേ ആസ്ട്രോട്രിക്ക് ഞാനാണ് പറഞ്ഞു കൊടുത്ത് കേട്ടു. ശരി എന്നാൽ ഓക്കെ, നമുക്കപ്പം എറേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയമെൻഷൻ അനാലിസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഈ എങ്ങനെ ഡിറൈവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഡയമെൻഷൻ അനാലിസിസ് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശരിയാവും. ഞാൻ ക്വസ്റ്റ്യൻ അയച്ചുതരാം, സൊല്യൂഷൻ അയച്ചുതരാം, ഒരു എക്സാമ്പിൾ അയച്ചുതരാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് എറേഴ്സും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ എറേഴ്സ് എന്താ പറയുക? കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് പ്ലസ് combination of errors. Very important. This is very important. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഓക്കെ, എടാ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആക്കിക്കേ. ഞാനിപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. എല്ലാവരും പെട്ടെന്ന് ചാറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവ് ആക്കിക്കേ. ലെറ്റ് മീ സി യുവർ ചാറ്റ് ബോക്സ് ഗൈസ്. ചാറ്റ് ബോക്സ്. ഒരു തംസ് അപ്പ്, സം ഇമോജി. Errors are always added. Yes, അത് സംഭവം ഞാൻ പറഞ്ഞുതരാം. We'll do it to question. Okay, okay. Just give me a thumbs up, give me some emoji. Chat box എല്ലാവരും ആക്റ്റീവ് ആക്കിക്കേ. Some thumbs up, some emoji, something. Fire വരട്ടെ chat box. Okay. Errors നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Okay. യെസ്, ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ജയേഷ്, ഹായ് ജയേഷ്. സ്റ്റുപ്പിഡ് ഇമ്മോർട്ടൽ, ഹായ്. മിസ്റ്റർ ഓൾ സ്റ്റാർസ്, കെയർലെസ്, ഇർഫാൻ ബായ്, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ let's do a quick question guys. The length of a field is measured as 120 ± 2 meters. Breadth of a field is accuracy and precision. That's not very important. Just a text മാത്രം വായിച്ചു പോയാൽ മതി. Sometimes you might get a direct objective question. What is the difference between accuracy and precision? അങ്ങനെ ഒരു PYQ ഉണ്ട്. There is a PYQ. ഞാൻ തരാം. ആ PYQ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ തന്നെ accuracy and precision നിങ്ങൾക്ക് പക്കയായിട്ട് കത്തും. Okay. There is a length 120 ± 2 meter. Breadth എന്ന് പറയുന്നത് 100 ± 5 meter. What is the area of the field? ചെയ്ത് നോക്കുക. ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, റൈറ്റ്? ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആദ്യം ഈ യൂണിറ്റ്സ് വെച്ചൊന്ന് ചെയ്ത് നോക്കിക്കേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? 120 × 100, ദാറ്റ് ഇസ് 12,000 m² ആണ്, റൈറ്റ്? ഇനി നമുക്ക് ഇതിൻ്റെ ആബ്സല്യൂട്ട് എറേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ,
നമുക്കറിയാം ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, നമ്മൾ പ്രോഡക്റ്റ് ഇതെങ്ങനെ ഈ ഫോർമുല എങ്ങനെ വന്നു നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഏരിയ നമ്മളൊരു ലെങ്ത് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഏരിയ കിട്ടിയത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ക്വാണ്ടിറ്റി ഈൽസ് എ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ എറർ എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എപ്പോഴും വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ബ്രോട്ട് അണ്ടർ ദ സ്കോപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൺ ആബ്സല്യൂട്ട് ബേസിസ്. അതാണ് ഈ ഫോർമുല പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞ് തന്നിരിക്കുന്ന സാധനം. ഇപ്പോൾ നമുക്ക് അവസാനം ഏരിയ ഈസ് ഈക്വൽ ടു 12,000 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ നമ്മൾ എഴുതും. അതാണ് ഈ ഡെൽറ്റ എ. അപ്പോൾ ഈ പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഡെൽറ്റ എ. സെറ്റാടാ, നിങ്ങൾ ഇപ്പോൾ ഉള്ള 13 പേരും ഇഫ് യു ഡൂ തിങ്സ് കെയർഫുള്ളി യു വിൽ ഡെഫിനറ്റ്ലി ലാൻഡ് CET. ഐ ടെൽ യു ദാറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇൻഡസ്ട്രിയലൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ സ്കോർ റേഞ്ചിൽ തന്നെ യുൽ ഗെറ്റ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക. ഡോണ്ട് വെയിറ്റ് ഫോർ അലോട്ട്മെൻറ്റ്സ് കേസ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഓക്കെ, അതുപോലത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. എനി സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ടു അഡ്മിഷൻ നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു? ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബൈ. ഡെൽറ്റ എ നമുക്കറിയാം, റൈറ്റ്? വി നോ ഡെൽറ്റ എ. ഡെൽറ്റ എ എന്ന് പറയുന്നത് ഡെൽറ്റ എ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോറി, ഡെൽറ്റ എ ബൈ 12,000. എ എന്ന് പറയുന്നത് എന്താണ്? 12,000, right? Delta A by 12,000 equal to delta L by L. Delta L by L is 2 by 120. 2 by 120. Okay, plus 5 by 100. അപ്പോൾ ഡെൽറ്റ എ നമുക്ക് കിട്ടിയില്ല. ഡെൽറ്റ എ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഡെൽറ്റ എ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.0667 ഇൻറ്റു 12,000. ഈ 12,000 മുകളിലോട്ട് പോയി. ഇത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.667 എന്നുള്ള വാല്യൂ കിട്ടും. ഇൻറ്റു 12,000 നമ്മൾ ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് കിട്ടുക? 800.4 എന്ന് കിട്ടി. ഓക്കെ, 800.4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ ഈസ് ഈക്വൽ ടു 12,000 പ്ലസ് ഓർ മൈനസ് 800.4. എഴുതാൻ പറ്റിയില്ലേ? പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടേംസിലായിരിക്കില്ല വാല്യൂസ് കാണാൻ പറ്റുക. ചിലപ്പം സപ്പോസ് ദിസ് മൈറ്റ് ബി ഇൻ എ സിംപ്ലിഫൈഡ് മാനർ. ഓക്കെ, നിങ്ങൾക്ക് ഐ ടെൽ യു ദിസ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് 1.2 പ്ലസ് ഓർ മൈനസ് 0.08 ഇൻറ്റു 10 raised to the power 4 meter square. How did this come into being? നമുക്ക് 12,000 എന്നുള്ളൊരു സംഭവം ഉണ്ട്. നമ്മളിതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടാക്കി 1.2 ഇൻറ്റു 10 raised to 4. അപ്പോൾ അതേപോലെ ഇപ്പുറത്തെ സൈഡും സ്റ്റാൻഡേർഡ് ഫോമിലാക്കി 0.08 ഇൻറ്റു 10 raised to 4. എന്നിട്ട് നമ്മൾ കോമൺ എടുത്തിട്ട് അങ്ങ് എഴുതി. 10 raised to 4 കോമൺ എടുത്തു, നമ്മളങ്ങ് എഴുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ്? ആബ്സല്യൂട്ട് എറർ. ഇതേപോലെ വേറെ നമ്മൾ വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു. യു വിൽ നോ ഓൾ ദീസ് കോൺസെപ്റ്റ്സ്. പിന്നെ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി നിങ്ങൾക്ക് എറേഴ്സിന്ന്. ഓക്കെ, എറേഴ്സിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി. ആൻഡ് ഐ വിൽ ഗിവ് യു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കത്തും? എറേഴ്സ് കത്തും. അപ്പം ഞാൻ എന്തൊക്കെ തരും? യൂണിറ്റ്സിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് തരും. എറേഴ്സിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് തരും. യെസ്, താങ്ക് യു ഫോർ ദ പവർ. ഫയർ. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽ തരും. എറേഴ്സിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ തരും. അതേപോലെ I will give you study material from work, power, energy. Important points മാത്രം. Okay, I will segregate the important points. ഇത് plus I will give you practice questions. Example questions തരും, practice questions തരും.
ഈ സംഭവങ്ങൾ മൊത്തം എൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് വരിക. യു ഡു ദിസ് വിത്ത് മീ. ഓക്കെ, 6 into 4 ഇന്നത്തേക്ക് നമുക്കൊരു 24 മാർക്സ് സെറ്റായി. 24 മാർക്സ് സെറ്റായി. 24 to 30 മാർക്സ് സെറ്റായി. I am not going to comment. Immediate, I am not going to comment on your question. Okay. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലാണ്ട് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് തരാം. പ്ലസ് റെക്കോർഡഡ് വീഡിയോസ് തരാം. പ്ലസ് ക്വസ്റ്റ്യൻസ് തരാം. ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യുക. ഇത് ചെയ്തിട്ട് നമുക്കൊരു പ്രാക്ടീസ് സെഷൻ എടുക്കാം. ഈ പ്രാക്ടീസ് സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പം തന്നെ നമുക്ക് എത്രയായി? ഒരു 100 മാർക്സ് ആയി. +2 ടോപ്പിക്സ് ഞാൻ എടുക്കണം. +2 ടോപ്പിക്സ് ഞാൻ ഒരു റെക്കോർഡഡ് വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +2 ടോപ്പിക്സ് ആൻഡ് റിമൈനിങ് +2 ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഫിസിക്സിലൊരു മിനിമം 100 മാർക്സ് സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 100-150 മാർക്സ് ഫിസിക്സിൽ മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യൂ. പിന്നെ എക്സാം സ്ട്രാറ്റജീസും കൂടെ നോക്കുക. യു ആർ ഓൾ സെറ്റ്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇസ് ഇറ്റ് വർത്ത് റിപ്പീറ്റിംഗ്? അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഐ നീഡ് ടു സേ ദാറ്റ് ഓൾസോ. ഓക്കെ, ഇസ് ഇറ്റ് വർത്ത് റിപ്പീറ്റിംഗ്? Don't think now. Okay, don't think now. നാളെ എന്തായാലും മാത്സ് ആയിരിക്കും ക്ലാസ്. നാളെ എന്തായാലും മാത്സ് ആയിരിക്കും ക്ലാസ്. പ്ലസ് ഞാൻ ഈ റെക്കോർഡഡ് വീഡിയോസൊക്കെ ചിലപ്പോൾ തരും, നാളെ തന്നെ തരും, ചിലപ്പോൾ മറ്റന്നാളത്തേക്കായിരിക്കും തരിക. നാളെ എന്തായാലും മാത്സ് ആണ്. കെമിസ്ട്രിയും കുറച്ച് റെക്കോർഡഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. സ്ട്രാറ്റജി ഒരു കിടിലം വീഡിയോ നമുക്ക് ഇറക്കാം. സ്ട്രാറ്റജി നമുക്കൊരു വീഡിയോ ഇറക്കാം. ഓക്കെ, നമുക്കൊരു വീഡിയോ ഇറക്കാം. പ്ലസ് ഇതിൻ്റെ കാര്യം നിങ്ങൾ ഇപ്പം ചിന്തിക്കരുതേ, ദയവേത് ആരും ഇപ്പം ചിന്തിക്കരുതേ. നിങ്ങൾ ഇപ്പം ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കീം എക്സാം എന്താവും? കൊളാവും. നിങ്ങളുടെ കൊളാവും. അപ്പം ഇപ്പം ചിന്തിക്കരുത്. കീം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലൊരു സെഷൻ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഷുഡ് യു റിപ്പീറ്റ്, ഷുഡ് യു നോട്ട് റിപ്പീറ്റ്, ഹൂ ഷുഡ് റിപ്പീറ്റ്, ഹൂ ഷുഡൻറ്റ് റിപ്പീറ്റ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഡോണ്ട് തിങ്ക് നൗ. നിങ്ങൾ ഇപ്പോൾ വിത്ത് യുവർ പ്രിപ്പറേഷൻ, വിത്ത് കോൺഫിഡൻസ്, ഗോ ആൻഡ് റൈറ്റ് യുവർ കീം എക്സാം. You will definitely crack it. I tell you, 100% you will crack the exam. 100% you will get something. You will get above what you expected. 20,000 rank. 20,000 rank plus. Easily achievable. 10,000 plus rank. With practice. Achievable. 5,000 rank plus. 100% dedication ഉണ്ടെങ്കിൽ 100% dedication ഉണ്ടെങ്കിൽ achievable. Okay. I'll give you one more thing. 2,000 rank plus. 2,000 plus rank. Who can achieve 2,000 plus rank? Confidence plus, base plus, concept plus, practice. CBCP ഉള്ളവർക്ക് 2,000 rank plus achievable. ലെങ്തി വീഡിയോ ആയിരിക്കും? ഇല്ലടാ, ലൈവ് ആകുമ്പോഴേ ലെങ്തി ആവണം. റെക്കോർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പം ഈ വീഡിയോ 1 hour വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ട് തീർക്കാനായിട്ട് ചിലപ്പം ഒരു 2 hours പിടിച്ചെന്ന് വരാം. 2.5 hours. വീഡിയോ ആസ് സച്ച് മൈറ്റ് ബി ഷോർട്ടർ, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും കണ്ടു തീർക്കാൻ. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കെയർലെസ് മിസ്റ്റേക്സ് വേണ്ട, എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, സെറ്റ് ഫോർ ദി എക്സാം. ഓൾറൈറ്റ്, ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഗൈസ്. താങ്ക് യു. നമുക്ക് ബാക്കി കോൺസെപ്റ്റ്സ് ഇവിടെ കവർ ചെയ്യാം. വി ഹാവ് റിമൈനിങ് 5 days. അതിനുള്ളിൽ നമുക്ക് വിൽ ഗെറ്റ് മാക്സിമം മാർക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.